ഞാൻ ഡോക്ടർ തങ്കം, ഡയബറ്റോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ ഫിസിഷ്യനാണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഗർഭിണികളും പ്രമേഹവും. സാധാരണ ഒരു കുട്ടി ഗർഭിണിയാകുമ്പോൾ പ്രമേഹം ഉണ്ടാകാൻ സാധ്യതകളുണ്ട്. കാരണം കുടുംബത്തിൽ അച്ഛനമ്മമാർക്ക് പ്രമേഹം ഉണ്ടെങ്കിൽ ആ കുടുംബത്തിലുള്ള പെൺകുട്ടികൾക്കും പ്രമേഹം വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, കുടുംബ പാരമ്പര്യമുള്ളവർക്ക് അച്ഛന് പ്രമേഹം ഉണ്ടെങ്കിൽ പകുതി മക്കൾക്ക് വരാം, അമ്മയ്ക്ക് പ്രമേഹം ഉണ്ടെങ്കിൽ പകുതി മക്കൾക്ക് വരാം. അപ്പോൾ ഈ 2 പേർക്കും പ്രമേഹം ഉണ്ടെങ്കിൽ ആ പെൺകുട്ടിക്ക് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പിന്നെയുള്ള കാരണങ്ങളെന്ന് വെച്ചാൽ അമിതവണ്ണം, പിന്നെ ഏജ് മോർ ദാൻ 25, പിന്നെ നമുക്ക് വ്യായാമമില്ലായ്മ. ഇത്രയും കാരണങ്ങളുണ്ടെങ്കിൽ ഒരു ഗർഭിണിക്ക് പ്രമേഹം വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. എപ്പോഴും കാരണം ഇന്ത്യയിൽ പ്രമേഹം വളരെ വർദ്ധിച്ചു വരികയാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ എല്ലാവർക്കും പ്രമേഹം വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പം അങ്ങനെ ഒരു കുട്ടി ഗർഭിണി ആയാൽ നമ്മളെപ്പോഴും ആദ്യം തന്നെ ഷുഗർ പരിശോധിക്കേണ്ടതായ കാര്യമുണ്ട്. നമുക്ക് പല ഗൈഡ് ലൈൻസും അനുസരിച്ചിട്ട് കുറച്ച് 24 വീക്സ് ആകുമ്പോൾ ചെയ്താൽ മതി എന്നാണ്. പക്ഷേ ഇന്ത്യയുടെ കണക്കനുസരിച്ച് നമുക്ക് കഴിയുന്നതും എപ്പോഴാണ് ഏർലി ആയിട്ട് ഷുഗർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അത് ചെക്ക് ചെയ്താലുള്ള ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ആഹാരം നിയന്ത്രിച്ച് പ്രമേഹം വരാതെ മുന്നോട്ട് പോകാൻ സാധിക്കും. എപ്പോഴും ഒരു പെൺകുട്ടി ഗർഭിണിയാകുമ്പോൾ പലരും വിസിറ്റേഴ്സ് വരുമ്പോൾ ഒരുപാട് മധുര പലഹാരങ്ങൾ കൊടുക്കാറുണ്ട്. കാരണം അവരെ കാണാൻ വരുമ്പോൾ നമ്മുടെ കയ്യിലൊന്നും ഇല്ലല്ലോ എന്നോർത്ത മധുര പലഹാരം കൊടുക്കുന്നത്. പക്ഷേ ഇത് അവർക്ക് കഴിക്കാതിരിക്കാനും പറ്റില്ല. അങ്ങനെ വരുമ്പോൾ അവർക്ക് അത് കൂടുതലായി കഴിക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മളെപ്പോഴും ബ്ലഡ് ഷുഗർ നോക്കണം. ബ്ലഡ് ഷുഗർ നോക്കിയിട്ട് അത് കൺട്രോൾ ആണോ എന്ന് നോക്കണം. സാധാരണയായിട്ട് നോർമലായിട്ട് ഒരാൾക്ക് ബ്ലഡ് ഷുഗർ ഫാസ്റ്റിങ്ങിൽ, അതായത് ഗർഭിണി അല്ലാത്ത ഒരു സ്ത്രീക്ക് ഫാസ്റ്റിംഗ് ഷുഗർ 110 വരേണ്ടത്. ആഹാരം കഴിഞ്ഞിട്ടുള്ള ഷുഗർ 140 വരേണ്ടത്. എന്നാൽ ഒരു പെൺകുട്ടി ഗർഭിണി ആയാൽ ആ ബ്ലഡ് ഷുഗറിന് ഒരു വ്യത്യാസമുണ്ട്. ഫാസ്റ്റിങ് 70 തൊട്ട് 90 വരെയാണ്. കാരണം 90 കൂടാൻ പാടില്ല. മറ്റേത് നമ്മൾ 110 പറഞ്ഞത്, ഇത് 70 തൊട്ട് 90 വരെയാണ്. മറ്റേ ആഹാരം കഴിഞ്ഞാൽ 120 നിൽക്കണം. അപ്പോൾ എപ്പോഴും ഗർഭിണികളായ കുട്ടികൾക്ക് ബ്ലഡ് ഷുഗർ 90/120 ആയിരിക്കണം. അതായത് ആഹാരത്തിന് മുൻപും ആഹാരത്തിന് പിൻപും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഡയഗ്നോസ് ചെയ്തു ജസ്റ്റേഷണൽ ഡയബറ്റീസ് ഉണ്ട്. അതായത് ജസ്റ്റേഷണൽ ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ ഗർഭിണിയാകുന്ന സമയത്ത് ഷുഗർ വരികയും എന്നാൽ പ്രസവം കഴിയുമ്പോൾ അത് തീരെ ഇല്ലാതെയാകുന്നു. അങ്ങനെയുള്ളവർക്ക് ഭാവിയിൽ ആ കുഞ്ഞിനും അമ്മയ്ക്കും പ്രമേഹം വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇങ്ങനെയുള്ളവർ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുകയും തീർച്ചയായിട്ടും ഡോക്ടറെ കൃത്യമായി കാണുകയും ചെയ്യണം. ഇല്ലെങ്കിൽ അവർ ഭാവിയിൽ ബ്ലഡ് ഷുഗർ കൂടുതലായിട്ട് വരാൻ സാധ്യതയുണ്ട്. ആഹാരക്രമം ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. കാരണം ആഹാരക്രമം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് എല്ലാ പ്രമേഹ രോഗികളിലും. അതുകൊണ്ട് ആഹാരക്രമം ഞാൻ പിന്നീട് ഒരു അവസരത്തിൽ